എൻ്റെ സ്റ്റാൻഡേർഡ്സ് കുറച്ച് ഹൈ ആണ്. അതുകൊണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ടും ഇല്ല, ബോയ് ഫ്രണ്ടും ഇല്ല. ഇങ്ങനെ കുറേ പേരെങ്കിലും പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ശരിക്കും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ്സ്? ലിസൺ, ഐ വിൽ എക്സ്പ്ലെയിൻ. ഫസ്റ്റ് തിങ്, ഹൈ സ്റ്റാൻഡേർഡ്സ് ഉള്ള ആളുകൾ നല്ല സെൽഫ് അവയർനെസ് ഉള്ളവരായിരിക്കും. അവരെങ്ങനെയുള്ള ആൾക്കാരാണ്, അവരുടെ വാല്യൂസ് എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി അവർക്ക് ഉണ്ടാവും. അവിടെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ഓപ്ഷനിലുള്ള 80% ആളുകളും എലിമിനേറ്റ് ആയി പോവുകയാണ്. ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആണ്. അതുകൊണ്ട് മാച്ചസും റെയർ ആയിരിക്കും. ഇവർ ഭയങ്കര സെലക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഡേറ്റിംഗ് ആപ്സിലും വായി നോക്കാനൊന്നും ഇവരെ കിട്ടത്തില്ല. ഇവരാരെയും ചേസ് ചെയ്യാറില്ല, പക്ഷേ അട്രാക്റ്റ് ചെയ്യാറുണ്ട്. സ്വന്തം ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യത്തുമില്ല. ഇവരുടെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് റെഡ് ഫ്ലാഗ്സിനെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹൈ സ്റ്റാൻഡേർഡ്സ് ഉള്ള ആളുകൾ ഇമോഷണൽ മെച്യൂരിറ്റി അച്ചീവ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരത് തിരിച്ചും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ ഹീൽഡ് ആണ്, സർവൈവേഴ്സ് ആണ്. അവരുടെ ലൈഫിലുള്ള ഓരോ ഡിസിഷൻസിൻ്റെയും അക്കൗണ്ടബിലിറ്റി അവർ എടുക്കുന്നുണ്ട്. സോ ദേ അറ്റ്ലീസ്റ്റ് നീഡ് എ പാർട്ട്ണർ വിത്ത് സെൽഫ് അവെയർനെസ്. പിന്നെ ഇവർ പ്രിഫർ ചെയ്യുന്നത് വൈബല്ല, ഡെപ്ത് ആണ്. ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ പിറ്റി കോൺവെർസേഷൻസ് ഒക്കെ ഇവരെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കും. നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ, ഗോൾസ്, അംബീഷൻ, ഹീലിംഗ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇമോഷണൽ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. മിക്സ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ് കൊടുക്കുക, ക്യൂട്ട്നെസ് ഓവർലോഡഡ്, ഇമ്മെച്യൂരിറ്റി, ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം ഹൈ സ്റ്റാൻഡേർഡ്സ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു പോകും. ഓൾസോ ഇവർ എഫേർട്സിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എക്സ്ക്യൂസുകളെ അല്ല. ഇൻകൺസിസ്റ്റൻ്റ് ആണ്, ലേസിനെസ് ആണ്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ബാക്ക് ഓഫ് ചെയ്യുന്നൊരു പ്രകൃതമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവരുടെ വാല്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈസിലി ഇവർ ഈ കണക്ഷൻസിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഡിസ്കണക്റ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ദ മെയിൻ ഹൈലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ളൊരു പാർട്ട്ണറിനെ അവർ കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും അവർക്കതൊരു പ്രശ്നമേ അല്ല. ദേ ആർ നോട്ട് അഫ്രൈഡ് ടു ബി അലോൺ, ദേ എൻജോയ് ദിയർ സെൽഫ് കമ്പനി. അവർ റിലേഷൻഷിപ്പിനെ ടൈം പാസ് ആയിട്ടല്ല കാണുന്നത്. സിംപ്ലി സേസ് ദേ ആർ ഹാർഡ് ടു ഗെറ്റ് പീപ്പിൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന്. ഒരിക്കലും ഹൈ സ്റ്റാൻഡേർഡ്സ് പ്രിഫർ ചെയ്യുന്നത് പെർഫെക്ഷൻ അല്ല, കോമ്പാക്റ്റബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ലുക്സിലും മണിയിലും ഒരിക്കലും ഇവർ ഇംപ്രസ്ഡ് ആവാൻ പോകുന്നില്ല. അവർ നോക്കുന്നത് ക്യാരക്ടർ, പ്രയോറിറ്റി, വാല്യൂസ്, ബിഹേവിയർ ഇതിനെയൊക്കെയാണ്. അപ്പോളജൈസ് ചെയ്യാനായിട്ട് മനസ്സുള്ള, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ വെച്ച് മൈൻഡ് ഗെയിം കളിക്കാത്ത, ബൗണ്ടറീസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് ഇവർക്ക് വേണ്ടത്. സോ നിങ്ങൾ നോക്കുന്നത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്യൂച്ചറുള്ള, ഇമോഷണൽ ഗ്രോത്ത് ഒക്കെ പ്രിഫർ ചെയ്യുന്ന, നല്ല കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹൈ സ്റ്റാൻഡേർഡ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരുടെ ഫിൽറ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല.